പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഫിറ്റ്സിനെ പറ്റിയാണെന്ന് വെച്ചാൽ അപസ്മാരത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നമുക്ക് ചില ആൾക്കാർ ചുഴലി എന്നൊന്നും പറയാറുണ്ട്. അതുപോലെ ഇത് അറിയപ്പെടുന്നത് തലച്ചോറിൽ അസാധാരണമായിട്ടുള്ള വൈദ്യുത പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണിത്. ഇത് പേശി വലിപ്പുകൾ, ബോധം നഷ്ടപ്പെടൽ, അതേപോലെ തന്നെ നമുക്ക് ശൂന്യതയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, വായിലൂടെ നുരകൾ, പതകൾ ഇങ്ങനെ വരിക, അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ ഇതിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് റിഫ്ലക്സോളജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ എപ്പിലെപ്സി എന്ന് പറയുന്ന ഇതിനെ വിളിക്കുന്നുണ്ട്, അപസ്മാരത്തിന് എപ്പിലെപ്സി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സീഷർ, ഇത് സീഷർ എന്ന് അതിൻ്റെ ഒരു മെഡിക്കൽ വേർഡാണ്. അതുപോലെ തന്നെ ഇത് പല രീതിയിൽ പല ഇതിലും ഈ സീഷർ രോഗികൾ എന്ന് വെച്ചാൽ ഈ ഫുഡ് റിഫ്ലക്സോളജിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. സീഷർ അഥവാ എപ്പിലെപ്സി എന്ന ഒരു മെഡിക്കൽ അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ പറയാം, ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ഇതിനോട് ചേർത്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡാണ് ഫുഡ് റിഫ്ലക്സോളജി. അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ ഒരിക്കലും നിർത്തരുത്, അതിനോട് ചേർത്ത് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ. ഫുഡ് റിഫ്ലക്സോളജി സഹായകമായ ചികിത്സയാണ്, ഒരു കോംപ്ലിമെൻ്ററി തെറാപ്പിയാണ്. അതുപോലെ തന്നെ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ ഇത് വളരെയേറെ എഫക്റ്റ് പേഷ്യൻസിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിക്കൊണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നാഡീവ്യവസ്ഥ, നമ്മുടെ നെർവ് സിസ്റ്റം പ്രോപ്പർ റിലാക്സ് ആക്കാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. തലച്ചോറിനോട് ബന്ധപ്പെട്ട റിഫ്ലക്സ് പോയിന്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, റിഫ്ലക്സോളജി ഇതിൽ വളരെ ഒരു അവിഭാജ്യ ഘടകമായിട്ടും ഇതിൻ്റെ കൂടുതൽ ഉത്തേജനം കുറയ്ക്കാൻ, നാഡീൻ്റെ ഉത്തേജനം കുറയ്ക്കാൻ, ഇത്തരത്തിലുള്ള പ്രഷർ കുറയ്ക്കാൻ ഇത് സഹായകരമാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഇത് വളരെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. ചില കാര്യങ്ങൾ ഓവർ തിങ്കിങ്ങിലൂടെ വരുന്നുണ്ട്. സ്ട്രെസ്സ് വരുമ്പോൾ ഇതുപോലുള്ള ഓവർ തിങ്കിങ്ങിലൂടെ നമ്മൾ പെട്ടെന്നാണ് ഒരു കറണ്ട് എഫക്റ്റ് പോലെയാണ് ഇത് വന്ന് പോകും. പെട്ടെന്നൊരു സിംറ്റം കാണിക്കും, അതിനോട് ചേർന്ന് നമ്മൾ താഴേക്ക് വീഴാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീപ്പ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുവാൻ നമുക്ക് വളരെയേറെ സഹായകരമാണ് ഫുഡ് റിഫ്ലക്സോളജി. ഉറക്കക്കുറവ് അഥവാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ റിലാക്സ് ചെയ്യാൻ ഈ ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ നമുക്ക് നല്ല ഉറക്കം ലഭിക്കാനും സഹായകരമാണ്. ഇത് അതുപോലെ ഹോർമോൺ ബാലൻസ് ശരിക്കും നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാനും സഹായമാണ്. ഹോർമോൺ ബാലൻസ് ചിലരിൽ ഇതേപോലുള്ള ഇൻക്രീസ് ചെയ്യാൻ ഇതിലുള്ള ഹോർമോൺ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. എൻഡ്രോക്രൈൻ റിലാക്സ് പോയിൻ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇതിന് വളരെയേറെ സഹായകരമാണ്. അതുപോലെ തന്നെ നമ്മൾ ബോഡിയിലെ എനർജി ബാലൻസ് ഇതിന് വളരെയേറെ സഹായിക്കുന്നത് കൂടിയാണ്. ശരീരത്തിലുണ്ടാകുന്ന എനർജി ഗ്ലോ ബാലൻസ് ചെയ്ത് റിഫ്ലക്സോളജി വളരെയേറെ സഹായം ചെയ്യുന്നതുമാണ്. അതുപോലെ ഓവറോൾ വെല്ലിംഗ് ഇത് നമുക്ക് മെച്ചപ്പെടുത്തി നമ്മൾ വളരെയേറെ എഫക്റ്റ് ഉണ്ട്. പ്രധാനപ്പെടുന്ന റിഫ്ലക്സ് പോയിൻറ്റ്സിൽ നമ്മൾ ബ്രെയിനിലും ഹെഡിലും അല്ല റിലാക്സ് പോയിൻറ്റിലും സ്പൈനൽ റിലാക്സ് പോയിൻറ്റ്സിലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ആദ്യമേ പറയാം, ഇത് ചെയ്യുന്നത് പ്രോപ്പർ ഒരു സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിയിൽ എടുക്കുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള ഇതിനെ മാത്രമല്ല, ഇത് എന്തെങ്കിലും ഫിക്സ് ആയ സമയത്ത് അപസ്മാരം വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും ഒരു സിംറ്റം കാണിക്കുകയാണെങ്കിൽ പിന്നെ ചെയ്യരുത്. ചില ആൾക്കാർക്ക് ഇത് വളരെ കുറഞ്ഞ മർദ്ദം മാത്രം, പ്രഷർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇവരുടെ പ്രോബ്ലത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം, എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇതിനു മുമ്പിൽ, എത്ര തവണ വരുന്നത്, എത്ര കാലം കൂടിയിട്ടാണ്, പിന്നെ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് ഇത് വരുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ പൂർണ്ണമായി അവരോട് ചോദിച്ചറിഞ്ഞ് അവരുടെ ഹിസ്റ്ററി എടുത്ത ശേഷം മാത്രമേ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യാൻ പാടുള്ളൂ. ഇത് എങ്ങനെയുള്ള വന്ന അവിടെ തന്നെ സെക്ഷൻ നിർത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണ്, എത്ര കാലയളവിലാണ്, ഏതൊക്കെ കാര്യത്തിലാണ്. ചില ആൾക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ചില ആൾക്കാർക്ക് ഈ DJ പോലുള്ള ലൈറ്റ് സിസ്റ്റത്തിലും സൗണ്ടിലും കൂടി വരുമ്പോൾ അത് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് കൂടുതൽ ഓവർ തിങ്കിങ് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സ്ലീപ്പ് പ്രശ്നമുള്ളവർക്ക് ഇത് വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന മെഡിക്കേഷനും അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഫുഡ് റിഫ്ലക്സോളജി ഇതൊരു പൂർണ്ണമായും ഈ ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ മാറുന്ന ഒരു രോഗമല്ല ഇത്. അതുപോലെ തന്നെ സ്ട്രെസ് നിയന്ത്രണം, നല്ല ഉറക്കം, നെർവ് സിസ്റ്റം കാമൻ എന്നിവയിലൂടെ നമുക്കിതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സീഷേഴ്സിൻ്റെ കൺട്രോളിന് സഹായമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക,
ഇവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഇവർക്ക് പ്രോബ്ലം വരുന്നത് എന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഈ ഫുഡ് റിഫ്ലക്സോളജിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഈ ഓവർ തിങ്കിങ്ങും അതേപോലെ തന്നെ ഇതേപോലുള്ള സൗണ്ടിൽ വളരെ കൂടുതൽ സൗണ്ടിലേക്ക് ഇരിക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ഒരുപാട് സമയം നിൽക്കുമ്പോൾ ഒരുപാട് സമയം നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള ഫിറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫുഡ് റിഫ്ലക്സോളജി ഇത് വളരെ സഹായകരമായ ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫുഡ് റിഫ്ലക്സോളജി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിൻ്റെ മുഴുവൻ വീഡിയോ യൂട്യൂബിൽ ഷോർട്സും ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും 2 വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള രോഗമുള്ളവർ മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് ഫുഡ് റിഫ്ലക്സോളജി തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ നിങ്ങൾക്ക് ഒരു പരിധിയിലേറെ രോഗങ്ങളെ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്, ബാലൻസ് ചെയ്യുന്ന മെത്തേഡാണ്. അതുകൊണ്ട് പിന്നെ ഇതിൽ ആൾക്കാരുടെ എല്ലാം വളരെ വൈകിയെത്തി, നമ്മളെ കേരളത്തിലേക്ക് വൈകിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. കാരണം വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിന് ഭയങ്കര പോപ്പുലറായിട്ട് കിട്ടുന്നത്. അങ്ങനെയല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇത് 2000 വർഷം മുമ്പ് യൂറോപ്പിലും അതേപോലെ ഓസ്ട്രേലിയ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും, ചൈന പോലുള്ള രാജ്യങ്ങളിലും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ചെയ്തുകൊണ്ട് നമ്മൾ ബാംഗ്ലൂരായാലും അതേപോലെ തന്നെ ചെന്നൈയിലായാലും മുംബൈയിലായാലും എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ആം ആഷ് ഘോഷ്. മറ്റൊരു സബ്ജക്റ്റുമായി വരുന്നവരേക്കും ബൈ.